നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്യോ വർജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമാ. ഗുരുപരമ്പര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണീയം രണ്ടാമത്തെ ദശകം, ഒന്നാമത്തെ ശ്ലോകം, ദ്വിതീയ പാദം. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഗുരുവായൂരപ്പാ ശരണം. പ്രസാദിക്കണേ, പ്രസാദിക്കണേ. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം. ആ ഭഗവാൻ അണിഞ്ഞിട്ടുള്ള മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണത്തിന്റെ ശോഭ ഭഗവാന്റെ കവിൾത്തടങ്ങളെ കൂടുതൽ കൂടുതൽ പ്രകാശമുള്ളത് അങ്ങനെ ആക്കുന്നുണ്ട്. കൗസ്തുഭം എന്ന രത്നം പാലാഴിമഥന സമയത്ത് ലഭിച്ചത് ഭഗവാന്റെ കണ്ഠത്തിന്റെ കുഴിയില് പ്രകാശിച്ച് കാണുന്നുണ്ട്. അതിനുശേഷമാണ് മേൽപ്പത്തൂര് പറയണത് വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. വനമാല കൊണ്ട് അലങ്കൃതമായ ഭഗവാന്റെ മാറിടം. തെച്ചി, തുളസി, മന്ദാര പുഷ്പങ്ങള് മുതലായ പുഷ്പങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉരുണ്ട ആകൃതിയിലുള്ള വനമാല. നാരായണീയത്തിൽ ഭഗവാന്റെ പൊന്നുതിരുമേനി വർണ്ണിക്കുന്ന അധികം സ്ഥലങ്ങളിലൊന്നും നമുക്ക് വനമാല കാണില്ല. വനമാലയോട് കൂടുമ്പോഴേ ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തിന് തിളക്കം കൂടുള്ളൂ. എന്താ വനമാല, ഏതാ വനമാല, അതൊക്കെ നമ്മൾ ഒന്ന് അനുസ്മരിക്കേണ്ടതാണ്. നാനാവർണ്ണ പ്രസൂനാവലി. പല 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 വർണ്ണങ്ങളിലുള്ള വിശിഷ്ടങ്ങളായ അതിമനോഹരങ്ങളായ പുഷ്പങ്ങൾ കോർത്തിണക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ അഗ്രഭാഗത്ത് തുളസി ഉണ്ടാവണം, അത് നിർബന്ധമാണ്. ഭഗവത് പാദങ്ങളില് ആ തുളസീദളങ്ങള് സ്പർശിക്കണം. അപ്പോ മാലയ്ക്ക് നീളുണ്ടാവണം എന്നർത്ഥം. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വനമാല. മഞ്ജുളയുടെ വനമാല ഭഗവാനുമായി കൂടിച്ചേരുമ്പോഴേ ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തിന് തിളക്കണ്ടാവുള്ളൂ. ഏതാ മഞ്ജുളയുടെ വനമാല? ക്ഷേത്രങ്ങളില് മാല കെട്ടുന്നതിന് അവകാശമുള്ള കുടുംബങ്ങള്, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ മഞ്ജുള എന്ന പേരായിട്ടുള്ള ഗുരുവായൂരപ്പ ഭക്തയായിട്ടുള്ള ഒരു സ്ത്രീ അമ്മ എല്ലാ മാസവും ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തില് പൂക്കളുമായിട്ട് വന്ന്
ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഭഗവാനെ തൊഴുത് ശ്രീകോവിലിന്റെ പുറത്ത് പടിഞ്ഞാറ് വശത്ത് അനന്തശയനത്തിന്റെ അടുത്തിരുന്നാണ് മാല കെട്ടാറുള്ളത്. ഉരുണ്ട ആകൃതിയിലുള്ള വനമാല. എല്ലാ മാസവും ഇങ്ങനെ മാല കെട്ടും, ഭഗവാന് സമർപ്പിക്കും. ഇങ്ങനെ അനേകം വർഷങ്ങൾ അങ്ങോട്ട് കടന്നുപോയി. ഒരു മാറ്റമില്ല. അന്നൊരിക്കല് ഈ വനമാല അണിഞ്ഞ് പ്രശോഭിക്കുന്ന ഭഗവാൻ ആലോചിച്ചു, ഈ മഞ്ജുള എല്ലാ മാസവും വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ തനിക്ക് മാല സമർപ്പിക്കുന്നുണ്ട്. മഞ്ജുളയ്ക്ക് തന്നിലുള്ള ആ ഭക്തി, പ്രേമഭാവം തനിക്കറിയാം. ഇതിപ്പോ വേറെ ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഭഗവാൻ തീർച്ചയായും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് ജനങ്ങൾ അറിയണം. ഭഗവാൻ അതിന് പാകത്തിന് കാര്യങ്ങൾ അങ്ങോട്ട് ആസൂത്രണം ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്തായി? മഞ്ജുളയ്ക്ക് മാസാവസാനം വരെ പല പല കാരണങ്ങളെ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ മാസത്തിന്റെ അവസാനത്തെ ദിവസം, അതും വൈകിട്ട്, കുറച്ച് വൈകി മാത്രമേ ക്ഷേത്രത്തിലെത്താൻ കഴിഞ്ഞുള്ളൂ. വേഗം കുളിച്ച് ഭഗവാനെ ഒന്ന് തൊഴുത് പതിവ് പോലെ മാല കെട്ടാനിരുന്നു. എന്നാൽ ഇന്നത്തെ പോലെ തിരക്കൊന്നും അക്കാലത്ത് നമ്മുടെ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. വൈദ്യുതിയുടെ ദീപപ്രഭയൊന്നുമില്ല. ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ വലിയ താമസമില്ല. അത്താഴപൂജ, തൃപ്പുക, അത് കഴിഞ്ഞ അമ്പലം അടക്കിയായി. മാല കെട്ടിക്കൊണ്ടിരുന്ന മഞ്ജുള അതിലുള്ള ശ്രദ്ധ കാരണം അത്താഴപൂജ കഴിഞ്ഞതോ തൃപ്പുക കഴിഞ്ഞതോ കൂടി അറിഞ്ഞില്ല. മാലയൊക്കെ കെട്ടി ഒരു നാക്കിലയിൽ വെച്ച് ധൃതിയിൽ ഭഗവാന്റെ സോപാനത്തിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കിഴ്ശാന്തി മാലയുമായി നിൽക്കുന്ന മഞ്ജുളയെ കണ്ടത്. അപ്പൊ കണ്ട് നല്ല പരിചയമുണ്ട്, കാരണം എല്ലാ മാസവും കാണാറുള്ളതാണല്ലോ. ഉടൻ ചോദിച്ചു, എന്തേ വൈകിയത്? ഭഗവാന്റെ തൃപ്പുക കൂടി കഴിഞ്ഞ് നട അടക്കിയാണ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. തൃപ്പുകയും കൂടിയും കഴിഞ്ഞു. തൃപ്പുക കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പതിവില്ല പിന്നെ. അതിനാൽ ഇന്നിനി ഈ മാല ചാർത്താനാവില്ല. ഇത് കേട്ട മഞ്ജുള ശ്രീലകത്തേക്ക് ഒന്നങ്ങോട്ട് നോക്കി മാലയുമായിട്ട് വടക്കേ നടയിലെ പുറത്തേക്ക് അങ്ങോട്ട് നടന്നു. അനേകം ചിന്തകള്. എത്ര കാലായി താൻ മുടങ്ങാതെ തൻ്റെ ഭഗവാന് ഈ മാല കെട്ടി കൊടുക്കല് തുടങ്ങിയിട്ട്. ഇന്നേ അവരത് മുടങ്ങിയിട്ടില്ല. എന്നാൽ ഇന്ന് അത് മുടങ്ങിയിറക്കുകയാണ്. ദുഃഖം സഹിക്കണില്ല. കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീരങ്ങനെ വരുന്നുണ്ട്. ഹൃദയഭാരം കൊണ്ട് നടന്നാൽ നീങ്ങളില്ല മഞ്ജുളയ്ക്ക്. ഈ സന്ദർഭത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന ഭാഗവതോത്തമനായ പൂന്താനം ഇടത്തരികത്തമ്മയുടെ അഴലിന് തൊഴുകലൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ നട അടയ്ക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ അങ്ങോട്ട് ഭഗവാനെ ദർശിക്കാം, തൊഴാം എന്ന് വിചാരിച്ച് വടക്കേ നടയിലൂടെ ഉള്ളിലേക്ക് കിടക്കാനാണ് തുടങ്ങുന്നത്. വടക്കേ നട ലക്ഷ്യമാക്കിയിട്ട് പൂന്താനം മഞ്ജുളെ അങ്ങോട്ട് കണ്ടു. മഞ്ജുള അങ്ങോട്ട് വടക്കേ നടയിൽ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കുകയാണല്ലോ. പുറത്ത് കിടന്ന് നടന്നു വരികയാണ്. മഞ്ജുളെ അങ്ങോട്ട് കണ്ടു. നല്ല പരിചയമുള്ള പൂന്താനം ചോദിച്ചു, എന്താ മഞ്ജുളെ ഇങ്ങനൊരു ഭാവം? എന്തേ പറ്റിയേ? തേങ്ങിക്കരഞ്ഞുകൊണ്ട് കഷ്ടിച്ച് കാര്യം അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ പൂന്താനം പറഞ്ഞു, ഇന്നാണ് മഞ്ജുളയുടെ ഭാഗ്യത്തിന്റെ ദിവസം. എവിടെയാണ് രാത്രി വിശ്രമിക്കാറ്? അപ്പൊ പറഞ്ഞു, ഭഗവാന്റെ കിഴക്കേ നടയിലൂടെ കുറച്ച് കിഴക്കോട്ടങ്ങോട്ട് പോയാല്
അവിടെ ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യത്താണ് വിശ്രമിക്കാറുള്ളത്. എന്നാൽ ഒരു കാര്യം ചെയ്തേക്കൂ, ഈ മാല എടുത്തോളൂ. അങ്ങനെ കിഴക്കോട്ട് പോകുമ്പോ ഒരു ആൽവൃക്ഷം കാണാം. അതിൻ്റെ ചുവട്ടിൽ ഒരു കൂർത്ത കല്ല് കാണാം. ആ കല്ലില് ഈ മാല ഇങ്ങോട്ട് ചാർത്തിക്കോളൂ. ചാർത്തുമ്പോ ഒരു കാര്യം മനസ്സിൽ ദൃഢമായിട്ട് സങ്കല്പിക്കണം. മാല ചാർത്തുന്നത് തൻ്റെ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ തൃക്കഴുത്തിലാണ് എന്ന് അങ്ങോട്ട് ഉറപ്പിക്കണം. ഇത്രയും പൂന്താനം പറഞ്ഞപ്പോഴേക്കും ക്ഷേത്രം അടക്കിലായിട്ടുണ്ട്. അന്നത്തെ സമ്പ്രദായത്തില് ഒരു കോലുവിളക്കൊക്കെ പിടിച്ച് വാര്യര് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നാലെ മാലയുമായിട്ട് മഞ്ജുളയും. മഞ്ജുളയ്ക്ക് ദുഃഖം കൊണ്ട്, ഹൃദയഭാരം കൊണ്ട് നടന്നാൽ ഒപ്പത്തുണില്ല. അങ്ങനെ ആലിന്റെ അടുത്തെത്തിയപ്പോ മഞ്ജുള പറഞ്ഞു, മുമ്പിൽ നടക്കണ വാര്യരോട് ഒന്ന് നിൽക്കണേ. മഞ്ജുള പൂന്താനം പറഞ്ഞ പോലെ ആൽച്ചുവട്ടില് കണ്ടിട്ടുള്ള കൂർത്ത കല്ലിൽ താൻ ഭഗവാന്റെ തൃക്കഴുത്തിലാണ് മാല ചാർത്തുന്നത് എന്ന് നല്ലോണം അങ്ങോട്ട് സങ്കല്പിച്ച് മാല അങ്ങോട്ട് ചാർത്തി. പൂന്താനം പറയാത്ത ഒരു കാര്യം കൂടിയും ചെയ്തു. ഒന്നവിടെ ആ മണ്ണിൽ അങ്ങോട്ട് നമസ്കരിച്ചു. മഞ്ജുള വിശ്രമിക്കാൻ നടന്നിട്ടുണ്ട്. ഒരു 4 അടി അങ്ങോട്ട് നടന്നപ്പോൾ ഉറപ്പായി, എന്താ വെച്ചാൽ തൻ്റെ ഹൃദയത്തിന്റെ ഭാരം കുറഞ്ഞിട്ടുണ്ട്, ദുഃഖത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് കാലത്ത് നേരത്തെ കുളിച്ച് നിർമാല്യം തൊഴുത് പതിവ് പോലെ മാല കെട്ടാൻ ഇരുന്നു. പൂക്കളൊക്കെ ശേഖരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. മേശാന്തി നിർമാല്യ ദർശനത്തിന് ശേഷം ആ വിഗ്രഹത്തിൽ നിന്നും പൂക്കളും മാലകളൊക്കെ എടുത്ത് പുറത്തു വെച്ചിട്ടുള്ള കുട്ടയിൽ നിക്ഷേപിച്ചു. നോക്കുമ്പോ വിഗ്രഹത്തിൽ ഒരു മാല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു തൻ്റെ മനോരാജ്യം കൊണ്ട് മറന്നതാവും. വീണ്ടും അതെടുത്തു മാറ്റി തിരിഞ്ഞു നോക്കുമ്പോ വീണ്ടും അതാ ഭഗവാന്റെ തൃക്കഴുത്തില് മാല. ഇതൊരു 3-4 തവണ ആവർത്തിച്ചപ്പോ മേശാന്തിക്ക് പരിഭ്രമായി. എന്നാൽ ഇതൊക്കെ കണ്ട് നിർമാല്യം തൊഴുത് പൂന്താന അവിടെ അങ്ങനെ നിൽക്കണുണ്ടായിരുന്നു. കാരണം എന്താ? നമ്മുടെ ഗുരുവായൂരപ്പനെ ഭഗവാൻ ഇപ്പോ 2 കാര്യം ബോധ്യാക്കണം. ആദ്യം പൂന്താനത്തിന് എന്താ അത്? ഭഗവാന്റെ കഴുത്തിലാണ് മാല ചാർത്തുന്നത് എന്ന് ദൃഢമായി സങ്കല്പിക്കണം എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മഞ്ജുളയുടെ ഭാഗ്യത്തിന്റെ ദിവസമാണ് എന്നും. ഇതാണ് പൂന്താനത്തിന്റെ വാക്കുകള്. അപ്പോ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ആ ആലിന്റെ ചുവട്ടിയില് മഞ്ജുള മാല ചാർത്തുമ്പോ കഴുത്ത് നീട്ടി കാണിച്ച് നിന്നിട്ടുണ്ട് എന്ന് പൂന്താനത്തിനെ ബോധ്യപ്പെടുത്തണം. അടുത്തതോ മഞ്ജുളയുടെ ഭക്തി എല്ലാവരെയും അറിയിക്കണം. അതാണ് ഇപ്പോ മാല എടുത്താലും തീരാത്തത്. ഇത് കണ്ട പൂന്താനം പറഞ്ഞു അവിടെയുള്ള ആൾക്കാരോട്, മഞ്ജുള അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ, ഉണ്ടെങ്കില് ഞാൻ വിളിക്കുന്നുണ്ട്, ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. താമസം ഉണ്ടായില്ല. മഞ്ജുള വന്നു. പൂന്താനം ചോദിച്ചു, മഞ്ജുളെ, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ആലിന്റെ ചുവട്ടിൽ ഒരു കല്ല് കാണുണ്ടായില്ലേ? ഉവ്വ്. അതിലാ മാല ചാർത്തിയില്ലേ? ഉവ്വ്. മഞ്ജുള പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ ശ്രീലകത്തേക്കൊന്ന് നോക്കൂ. ഭഗവാന്റെ കഴുത്തിൽ കാണുന്ന മാല ഇന്നലെ മഞ്ജുള ചാർത്തിയിട്ടുള്ള മാലയാണോ എന്നുള്ളത്. മഞ്ജുള ഒന്നാ ശ്രീലകത്തേക്ക് നോക്കിയതേ ഉള്ളൂ. കുറച്ചു നേരത്തേക്ക് പിന്നൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ശബ്ദം വരണില്ല. കണ്ണിൽ നിന്ന് വരുന്ന അശ്രുബിന്ദുക്കളുമായി അതേ എന്ന് മാത്രം. അപ്പൊ പൂന്താനം അവിടെ കൂടി നിന്ന എല്ലാവരും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു,
അങ്ങനെയെങ്കിൽ മഞ്ജുള ഇന്നലെ ആ ആലിന്റെ ചുവട്ടിൽ കണ്ട കല്ലിൽ ചാർത്തിയ മാല എടുത്താലേ മേശാന്തിക്ക് ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാല മാറ്റാൻ കഴിയൂ. എന്നാലേ ഭഗവാന്റെ നിർമാല്യം കഴിഞ്ഞ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റൂ. ഇത് പൂന്താനം പറയേണ്ട താമസം വാരിയരെ വിളക്ക് പിടിച്ച് മുന്നിൽ അങ്ങനെ നടക്കുന്നുണ്ട്, മഞ്ജുള പിന്നിലും. അങ്ങനെ ആ ആലിന്റെ ചുവട്ടിലെത്തി മാല എടുത്തു. മാല ചാർത്തുമ്പോഴാവുമോ അതോ മാല എടുക്കുമ്പോഴാവുമോ മഞ്ജുളയുടെ കൈ വറച്ചിട്ടുണ്ടാവുക? അറിയില്ല, ഗുരുവായൂരപ്പന് മാത്രമേ അറിയൂ. അങ്ങനെ ലോകം മുഴുവനും മഞ്ജുളയെ അറിഞ്ഞു. ഇപ്പോ ഗുരുവായൂരപ്പന്റെ ആ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരുന്ന ഓരോരുത്തരും പറയും, ഒരു മാല എന്റെ വക ഒന്ന് കെട്ടിക്കൊടുക്കുവോ? ഒരു 4 തുളസീദളം വെച്ചിട്ട് ഒന്നിങ്ങോട്ട് പിരിച്ചാണ്ട് കൊടുത്താൽ മതി. കാരണം എന്താ? ആ മഞ്ജുള കൊടുത്ത മാലയോടുള്ള ഭഗവാന്റെ പ്രേമം അതന്നെയാണ്. ഇപ്പൊ എന്തുണ്ട്, അനേകം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ആലിന് ഗുരുവായൂരപ്പൻ കൊടുത്ത പേരാണ് മഞ്ജുളാല് എന്നുള്ളത്. തൻ്റെ ആ ഭക്തയെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ഗുരുവായൂരപ്പന്റെ ആ കാരുണ്യം, മഹിമ എന്ന് പറയണത്. എന്താ ഭഗവാന്റെ സമ്പ്രദായം? ഗുരുവായൂരപ്പന്റെ അമാനീ മാനദോ മാന്യ, തന്നെ ആശ്രയിക്കുന്നവരെ എപ്പോഴും ഒന്നാന്തരമാക്കി അവർക്ക് അഭിമാനം ഉണ്ടാക്കിക്കൊണ്ടങ്ങനെ നടക്കുക. ഇതാണ് ഗുരുവായൂരപ്പന്റെ സമ്പ്രദായം. ഇതൊന്നും തനിക്കല്ല വേണ്ടത്, ഇതൊക്കെ തന്നെ ആശ്രയിക്കുന്നവരൊക്കെ, തന്നെ സ്നേഹിക്കുന്നവർക്കാണ് ഇതൊക്കെ വേണ്ടത്. ഇതാണ് ആ ഗുരുവായൂരപ്പന്റെ സമ്പ്രദായം, കാരുണ്യം. ഇതാണ് ഗുരുവായൂരപ്പന്റെ വനമാല. ഈ വനമാലയോട് ചേരുമ്പോഴാണ് നമ്മുടെ ഗുരുവായൂരപ്പന് കാരുണ്യം പൂർണ്ണമാവുള്ളൂ. അതാണ് മേൽപ്പത്തൂര് പറയണത്, വനമാല്യഹാരപടല ശ്രീവത്സതി പ്രംഭജേ. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ ഭഗവാൻ വനമാലയും അതോടൊപ്പം അനേകം രത്നങ്ങൾ പതിച്ച സ്വർണമാലകളും ഒക്കെ ധരിച്ച് പ്രകാശിച്ചു കൊണ്ടങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒന്നാമത്തെ ശ്ലോകം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.